പിന്നെ കൊണ്ടോട്ടി വഴി യാത്ര ചെയ്യണമല്ലോ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. എയർപോർട്ടിലേക്കൊക്കെ പോണ യാത്രക്കാർ ഒന്ന് നേരത്തെ ഇറങ്ങിക്കൊള്ളി. കാരണം എന്താ വെച്ചാൽ കൊണ്ടോട്ടി ഭാഗം എന്ന് പറഞ്ഞപ്പോൾ റോഡ് അത്രയും നല്ല അടിപൊളി റോഡായതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ട്. അതുകൊണ്ട് നേരം വൈകി ആരും ഇറങ്ങാൻ നിൽക്കണ്ട. കൊണ്ടോട്ടി ഭാഗത്ത് യാത്ര ചെയ്യണവർ നേരത്തെ ഇറങ്ങിക്കൊള്ളി. ബ്ലോക്ക് കുടുങ്ങി ഫ്ലൈറ്റ് മിസ്സാകണ്ടെങ്കിൽ. കൊണ്ടോട്ടിൻ്റെ അവസ്ഥ കണ്ടില്ല നിങ്ങൾ. ഈ മേഴ്സി ഹോസ്പിറ്റലിൻ്റെ അവിടുന്ന് മുതൽ തുടങ്ങിയ ബ്ലോക്കാണ്. ഇതൊന്നല്ല, അതൊക്കെ വണ്ടി തന്നെ ഏകദേശം സ്റ്റാൻഡിൻ്റെ അതുവരെ ഉണ്ട്. കാരണം 17 ഭാഗത്തെ റോഡ് വളരെ മോശമാണ്. വളരെ മോശമായതുകൊണ്ട് വണ്ടിക്കാർക്ക് ആർക്കും പോകാൻ കഴിയണില്ല. ഇതാണ് അവസ്ഥ. അപ്പം എയർപോർട്ടിലേക്ക് വരുന്ന യാത്രക്കാരൊക്കെ ശ്രദ്ധിക്കുക. കുറച്ച് നേരത്തെ കാലത്ത് ഇറങ്ങിയാൽ നന്നാവും. ബ്ലോക്ക് കുടുങ്ങിയിട്ട് ഫ്ലൈറ്റ് മിസ്സായി, വിസ ക്യാൻസലായി അറിഞ്ഞ് പിന്നെ കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. കൊണ്ടോട്ടി ടൗണിൻ്റെ അവസ്ഥ ഇതാണ് കുറേ കാലമായിട്ട്. അമ്പലത്തിൻ്റെ അവിടെ മുതൽ ഏകദേശം എടവണ്ണപ്പാറ റോഡ് വരെയാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് അനുഭവപ്പെടുന്നത്. അതുപോലെ കൊണ്ടോട്ടി ബൈപ്പാസിൽ ജനതാ ബസാർ കഴിഞ്ഞ ഉടനെ മുതൽ ബസ് സ്റ്റാൻഡ് കഴിയുന്നത് വരെ. ഈ റോഡ് ഇനി ഏത് കാലം നന്നാവുമെന്ന് പടച്ചോൻക്കല്ലാണ്ട് അറിയില്ല. ഇപ്പോൾ ഈ റോഡിലെ ഗതാഗത കുരുക്ക് കാരണം, റോഡിൻ്റെ മോശം അവസ്ഥ കാരണം ഇന്നലെ കൊണ്ടോട്ടിയിലെ കുറച്ച് സന്നദ്ധ പ്രവർത്തകർ റോഡിലെ കുഴി അടച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ അതിൻ്റെ കൂടെ ചേർത്ത് തരാം. ഒരു രോഗിനെയും കൊണ്ട് മഞ്ചേരി ഭാഗത്തുനിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോണ രോഗികളുടെ അവസ്ഥ എന്താണെന്നൊന്ന് ആലോചിച്ച് വയ്ക്കും. ഇതാണ് സ്ഥിതി. ഇതണ്ട, ഇത് ഫുള്ള് ബ്ലോക്കാണ്. ഈ ഭാഗം കണ്ടില്ല, ഇത് ഇന്നലെ ഇവിടുത്തെ കൊണ്ടോട്ടിയിലെ സന്നദ്ധ പ്രവർത്തകർ റോഡിൽ കുയ്യടക്കും. ഇതൊക്കെയാണ് കൊണ്ടോട്ടിയിലെ അവസ്ഥ. അപ്പം കഴിയുന്നതും യാത്രക്കാർ, എയർപോർട്ടിലേക്ക് വരുന്ന യാത്രക്കാർ കുറച്ച് നേരത്തെ വന്നുകൊണ്ട്. മറ്റുള്ള യാത്രക്കാർക്ക് അത്ര പ്രയാസമില്ല, സമയം വൈകിയാലും കാര്യങ്ങളൊക്കെ നടക്കും. ലക്ഷ്യങ്ങൾ നമ്മുടെ ഈ റോഡിനും വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട MLA പാസ്സാക്കിയെന്നൊക്കെ അറിയാൻ പറ്റിയിട്ടുണ്ട്. ഇതൊന്നും ഇതിൻ്റെ ചിലവിലേക്ക് വരുന്നില്ല. കണ്ടില്ല നിങ്ങൾ, റോഡ് മൊത്തം ബ്ലോക്കാണ്. അപ്പോൾ യാത്രക്കാർ ശ്രദ്ധിക്കുക, കൊണ്ടോട്ടി വഴി യാത്ര ചെയ്യണവർ.